നമുക്കൊരു സ്പെഷ്യൽ കപ്പ ബിരിയാണി ഉണ്ടാക്കാം. അതും ചിക്കൻ വെച്ചുണ്ടാക്കാം. ബീഫ് കഴിക്കാൻ പറ്റാത്തവർക്കായിട്ട് ചിക്കൻ വെച്ച് നമ്മളൊരു കപ്പ ബിരിയാണി. കപ്പ നല്ലപോലെ കൊത്തിയെടുത്ത് അത് വേവിക്കാൻ വെക്കണം. വേവിക്കാൻ വെച്ചിട്ട് നമുക്കപ്പോഴത്തേക്കും ചിക്കൻ റെഡിയാക്കാം. ചിക്കന് ആദ്യം നല്ലപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് അതിൻ്റെ ആ രക്തമയം പോകുന്ന വരെ കഴുകിയെടുത്തിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് പൊട്ടിച്ച് കടുക് കറിവേപ്പില ഇട്ട് ഒരു തേങ്ങ കൊത്തിടുന്നത് നല്ലതായിരിക്കും. തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് നല്ലപോലെ ഇളക്കി അതിനകത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ അരച്ച് അതും ചെറുതായിട്ട് ചേർത്ത് അത് നമ്മൾ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടി പിടിക്കും. പിന്നെ സവോള, തക്കാളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത് എല്ലാം കൂടെ അതിൻ്റെ കൂട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം. ഇളക്കി ഒന്ന് വഴണ്ട് വരുന്ന ആ പരുവാകുമ്പോഴത്തേക്കും കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്ത് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ചിക്കൻ മസാല, മുളക് പൊടി, മല്ലിപ്പൊടി ഇതിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് അതിനകത്ത് ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇറച്ചി ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലപോലെ ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ഇച്ചിരി ഗരം മസാലയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് അടച്ചു വെക്കണം. അടച്ചു വെച്ച് അപ്പോഴത്തേക്കും കപ്പ ഏതാണ്ട് വേകുന്ന പരുവാകും. അപ്പോഴത്തേക്കും കപ്പ ചേർക്കാനുള്ള തേങ്ങ, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയിട്ട് അത് നല്ലപോലെ ഇളക്കിയെടുത്ത് അപ്പോഴത്തേക്കും ചിക്കൻ ഒറ്റ വിസിലടിക്കാവുള്ളൂ. ഒറ്റ വിസിലടിക്കുമ്പോഴത്തേക്കും അത് വേകും. അതിൽ കൂടുതലായാൽ അത് നല്ലപോലെ അങ്ങ് വെന്ത് പോകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കടുക് പൊട്ടിച്ച് ഒരു ചീനച്ചട്ടി വെച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് കപ്പ ഇട്ട് കൊടുക്കണം. കപ്പയൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കറിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുക്കുമ്പോൾ നമ്മുടെ ഹോട്ടലിൽ കിട്ടുന്ന തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിനുള്ള കപ്പ ബിരിയാണി റെഡി.